ഫാദർ സബിൻ തൂമുള്ളിലെ ശ്രീ ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ ഇതിപ്പോൾ ഒരു വിഭാഗം ആണ് ഇത്തരം ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇത് ഈ രാജ്യത്ത് സുപ്രീം കോടതി ഉത്തരവിട്ടുള്ള നിയമമാണ് ശബ്ദമലിനീകരണം. അത് ഏത് മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും അവിടെ നിയന്ത്രണങ്ങൾ വേണം, കർശനമായി നിയമം നടപ്പാക്കണമെന്ന്. പക്ഷെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ആർ വി ബാബു സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അത് പൂർണ്ണമായും, അതായത് ചില ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾക്ക് മാത്രം ഇത്തരം ഇളവ് കൊടുത്തു എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവിശ്വാസമൊക്കെ വിശ്വാസം നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഘോഷിക്കുമ്പോൾ ഈ രീതിയിൽ വലിയ ഉച്ചഭാഷണികളുടെ ആവശ്യമുണ്ടോ? പ്രത്യേകിച്ചും അത് ആ ഒരു സമൂഹം മാത്രമുള്ള അല്ലെങ്കിൽ ഒരു പള്ളിക്കുള്ളിൽ ഒരു ആരാധനാലയത്തിനുള്ളിൽ മാത്രം അനുഷ്ഠിക്കേണ്ട ചില ആചാരങ്ങൾ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിയന്ത്രണങ്ങൾ ആവശ്യമല്ലേ? കത്തോലിക്ക സഭ ഇതിനെ എങ്ങനെയാണ്, ഈ നിയമത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് മുൻപ് തന്നെ, അതായത് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കാനുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത് കൃത്യമായും നടപ്പാക്കാൻ സഭാ നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? ടോം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് കേവലം ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാത്രം ഇതിനെ ഒതുക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ആദ്യം ചോദിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഈ ഉച്ചഭാഷണയുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ട്. ആ ഉത്തരവുകൾ എന്തുകൊണ്ടാണ് കേവലം മത ആരാധനാലയങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഏതൊക്കെ തരത്തിൽ ശബ്ദമലിനീകരണം ഉണ്ടാകുന്നുണ്ടെങ്കിലും അതെല്ലാം നിയന്ത്രിക്കപ്പെടണം. അത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമ്മേളനങ്ങളായിക്കൊള്ളട്ടെ, മറ്റ് സംഘടനാ സംവിധാനങ്ങൾ നടത്തുന്ന സമ്മേളനങ്ങളായിക്കൊള്ളട്ടെ, എവിടെയും മനുഷ്യന്റെ സ്വസ്ഥതയ്ക്ക് സ്വൈര്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ ശബ്ദം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് നിയന്ത്രിക്കപ്പെടണം. ഇത് കത്തോലിക്ക സഭയുടെ നിലപാട് ഇത് തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് ഇതിൽ പ്രതികരണം നടത്തണമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഗൂഗിളിൽ ഒരു അന്വേഷണം തന്നെ നടത്തിയപ്പോൾ ഇതിനു മുൻപ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഉത്തർപ്രദേശ് പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും ഈ ലൗഡ് സ്പീക്കർ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വന്ന നിയമങ്ങളെക്കുറിച്ച് CBCI തലത്തിലും KCBC തലത്തിലും നടത്തിയ പ്രതികരണങ്ങളെല്ലാം അത് പാരിസ്ഥിതികമായിട്ടുള്ള ഒരു വിഷയമാണ്. പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഒഴിവാക്കും, അതിനോട് സഹകരിക്കും എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ നിലപാട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിന്റെ പാരഗ്രാഫ് 2238 പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ പൗരനും രാജ്യത്തിന്റെ അധികാരികളോട് അനുസരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെ? ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ മാത്രം, അധാർമികമായ ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കാതിരിക്കുന്നിടത്തോളം കാലം രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും കടമയുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഉച്ചഭാഷണിയുടെ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലായി നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങൾ കത്തോലിക്ക സഭ പാലിക്കാൻ തുടങ്ങിയത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്രയോ വർഷങ്ങളായി ഈ സ്ഥിരമായിട്ടുള്ള ആരാധനയ്ക്ക് കെട്ടിടത്തിന് പുറത്തേക്ക് ശബ്ദം വരത്തക്ക രീതിയിലുള്ള സ്പീക്കറുകളോ അതല്ലെങ്കിൽ ഈ കോളാമ്പിയൊക്കെ പോലെയുള്ള സാധനങ്ങളോ ഒന്നും കത്തോലിക്ക സഭയിലെ പള്ളികളിലൊന്നും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കുന്നുള്ളത്. അതിന് ഒരു കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇത് ഒരു രാജ്യത്തിന്റെ നിയമമായിട്ട് വരുന്നത് എങ്ങനെയാണ്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 കീഴിൽ നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് 2000 ഈ 2 നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഈ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു നിയമം ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്: ഒരു ഓഡിറ്റോറിയം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പള്ളി ആയിക്കൊള്ളട്ടെ, മസ്ജിദ് ആയിക്കൊള്ളട്ടെ, അമ്പലം ആയിക്കൊള്ളട്ടെ, വീടായിക്കൊള്ളട്ടെ, ഒഫീഷ്യൽ സ്പേസ് ഏതും എവിടെയും 4 ചുവരുകൾക്കുള്ളിൽ നമുക്ക് പുറപ്പെടുവിക്കാവുന്ന ശബ്ദം എത്രയാണ് എന്നതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സ്വകാര്യ കെട്ടിടത്തിൽ സ്പീക്കർ ഉപയോഗിക്കാം, പക്ഷേ ആ സ്ഥലത്തിന്റെ അതിർത്തിയിൽ എത്തുന്ന ശബ്ദം ആ പ്രദേശത്തെ അനുവദനീയമായ
പരിസര ശബ്ദ നിലവാരത്തിൽ 5 ഡെസിബലിൽ കൂടാൻ പാടില്ല. ഇതാണ് ഈ നിയമങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഡേ ടൈമിൽ 55 ഡെസിബൽ ആണ് നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു ശബ്ദമെങ്കിൽ, അത് രാത്രിയിൽ അത് 45 ഡെസിബൽ ആണ് എങ്കിൽ, ഈ ആരാധനാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന്റെ അകത്തു നിന്നോ പുറത്തു വരുന്ന ശബ്ദം 55നോട് ചേർന്ന് പിന്നെ 5 കൂടി, അതായത് ആ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ ആ പരിസരത്തിന്റെ അവരുടെ അതിർത്തി, ആ അതിർത്തിയിൽ ഈ 55 അല്ലെങ്കിൽ 60 ഡെസിബലിൽ കൂടുതൽ ശബ്ദം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇവിടെ നിലനിൽക്കുന്ന നിയമം. എനിക്ക് തോന്നുന്നു അത് പാരിസ്ഥിതികവുമായിട്ടുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമമാണ്. ചില ഘട്ടങ്ങളിലൊക്കെ ആ നിയമം ലംഘിക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസമോ മറ്റ് സാധാരണ ദിവസങ്ങളിലോ ആരാധനയുടെ കാര്യത്തെക്കുറിച്ചല്ലേ സൂചിപ്പിക്കുന്നത്. ചില തിരുനാളുകളിൽ, കാരണം 10 ദിവസത്തോളം ഈ നോവേന അതല്ലെങ്കിൽ മറ്റ് ധ്യാനങ്ങളൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ പള്ളികളിൽ നിന്നും വലിയ രീതിയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. ചില ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് സമാനമായ അവസ്ഥകൾ ഉണ്ടാകാറില്ലേ? ഞാൻ പറഞ്ഞല്ലോ, കത്തോലിക്ക സഭ അല്ലെങ്കിൽ രൂപതകൾ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം, ഈ നിയമം പാലിക്കപ്പെടണം എന്ന് പറഞ്ഞ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ അത് ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും അതിന് ഉചിതമായിട്ടുള്ള നടപടികൾ പോലീസ് സംവിധാനങ്ങൾക്ക് സ്വീകരിക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത്, കത്തോലിക്ക സഭയുടെ നിലപാട്, നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പൊതുവായ നിലപാട് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാതം വരത്തക്ക രീതിയിൽ ഒരു വിധത്തിലും ശബ്ദം പുറപ്പെടുവിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഈ 4 ചുവരുകൾക്ക് പുറത്ത് അതിന് വേറെ നിയമമാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പള്ളിപ്പെരുന്നാളുകള്, അതേപോലെ ഉത്സവങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ഒക്കെ അതെന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ എടുക്കണം. ആ പെർമിഷനിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഏത് രീതിയിലാണ് ശബ്ദം ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും അത് നിശ്ചിത സമയത്തേക്ക്, രാത്രി 10 മണി വരെയാണ് ആ ശബ്ദം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുക. അതിന് ട്രഷറിയിൽ ചെലാൻ അടച്ച് പണം കെട്ടിവെച്ചിട്ടൊക്കെയാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക. അത് അനുവദനീയമാകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു വർഷത്തിൽ 10 ദിവസമോ 12 ദിവസമോ ഒരു ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളതായിട്ട് എവിടെയോ ഞാൻ നിയമത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നു. ഇതാണ് അപ്പൊ ഈ നിയമങ്ങൾ, നിലനിൽക്കുന്ന ഈ നിയമങ്ങൾ പരമാവധി വ്യക്തമാണ്. അങ്ങയിലേക്ക് എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.